അടിച്ച് 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 സ്പീഡിങ് വലിയടാ. ഇങ്ങോട്ട് കാണിച്ചേ. സ്വന്തം സാധനം, ഹാൻഡ് മെയ്ഡ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക. മീൻ പിടിക്കുന്നത് സാധനം പറയും, എടുത്തിടാൻ പറയാൻ കേൾക്കത്തില്ല. പോയാടാ. അയ്യേ അടി. ഞാൻ അടി മീനെടുക്കും. അടിച്ച് 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 സ്പീഡിങ് വലിയടാ. ഓ ചേച്ചി മാക്സിമം ഉള്ളേറ്റി അറിയ. അപ്പോൾ ഷാടെറിയുന്ന ദൂരത്തിലല്ല മീൻ നിൽക്കുന്നത്, അത്യാവശ്യം നല്ല ലോങ് തന്നെയാണ്. അപ്പോൾ ലോങ് കാസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ GT സ്റ്റീൽ തന്നെയാണ്. അപ്പോൾ GT സ്റ്റീലിനകത്താണ് എനിക്കും ഷാമിനും മീൻ അടിച്ചേക്കുന്നത്. അപ്പോൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന നമ്മളെ സുഹൃത്തുക്കൾ തന്നെയാണ്. അവരുപയോഗിക്കുന്നത് സ്റ്റിക്ക് ബൈറ്റാണ് കൂടുതൽ. അപ്പോൾ അവർ ചോദിച്ചായിരുന്നു നിങ്ങൾക്ക് ഇതിനകത്ത് മീൻ അടിക്കുമോ, മീൻ അടിച്ചിട്ടുണ്ടോ. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ലൈവ് റിസൾട്ടാണ്. ലൈവായിട്ട് സ്ട്രൈക്ക് കിട്ടുന്ന വീഡിയോസും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും കുറച്ച് നേരത്തെ ശ്രമത്തിനൊടുവിൽ നമ്മളെ GT സ്റ്റീലിനകത്ത് തന്നെ മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത അടിപൊളി ഒരു ഒറ്റയാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നേക്കുന്നത് നമ്മളെ മാർഷലാണ് അത് ഇറങ്ങി. നമുക്കിപ്പോൾ ഇത്രയും കടൽ കിടക്കുന്ന ടൈമിൽ നമുക്ക് സ്റ്റിക്കിനകത്ത് അതിനെ തൂക്കി കരയ്ക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് സപ്പോർട്ടായിട്ട് മാർഷൽ ഇറങ്ങി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ലൊരു ഒറ്റയാണ് അടിച്ചിരിക്കുന്നത്. ഈ തിര അങ്ങോട്ട് തിരിച്ചു പിടിക്കുന്ന ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ഫീൽ ചെയ്യുന്നത്. അതേ കണക്ക് തന്നെ നല്ല ഹുക്കല്ല എന്നുണ്ടെങ്കിൽ അത് നൂന്ന് പോകാനും ചാൻസ് ഉണ്ട്. ചില വറ്റകളുടെ വായുടെ സൈഡിൽ മാത്രമായിട്ടായിരിക്കും ഈ ഹുക്ക് പിടിച്ചിരിക്കുക. എനിക്ക് കിട്ടിയ മീനും അതേപോലെ തന്നെ ആയിരുന്നു. ജസ്റ്റ് മിസ്സിലാണ് ആ മീൻ എന്തായാലും കരയ്ക്ക് വന്നത്. മാർഷൽ അതിനെ എടുത്ത് കരയ്ക്ക് എത്തിക്കുമ്പോഴത്തേക്ക് പറയുന്നുണ്ട് ഹുക്ക് പറഞ്ഞു പോകുന്നു. കാരണം അത്രയും എൻഡിലാണ് ആ ഹുക്ക് അതിനകത്തിരിക്കുന്നത്. എന്തായാലും മീൻ പോയിട്ടില്ല. അത്യാവശ്യം സൈസുള്ള നല്ലൊരു മീനാണ് നമുക്ക് അടിച്ചേക്കുന്നത്. അപ്പോൾ മുന്നേ ഉള്ള വീഡിയോ പറയുന്ന പോലെ തന്നെ നമുക്ക് ഗോപ്രോയോ മറ്റ് സെറ്റപ്പുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളെ സുഹൃത്തുക്കൾ പുറത്തുനിന്ന് എടുക്കുന്ന വീഡിയോസ് മാത്രമാണ് നമുക്ക് ആകെയുള്ളൊരു ആശ്രയം. അങ്ങനെയുള്ള വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പോരാക്കുറവ് ഇതിനകത്തുണ്ട്. ഇത് സ്റ്റെബിലൈസേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഷേക്കും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ആ പോരാക്കുറവൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എനിക്കും എൻ്റെ സുഹൃത്തുക്കൾക്കും ഇന്ന് നല്ലൊരു ദിവസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ ലൈവായിട്ട് സ്ട്രൈക്ക് കിട്ടുന്ന വീഡിയോസ് നമുക്ക് കിട്ടുന്ന അപൂർവമാണ്. കാരണം ഗോപ്രോയോ കാര്യങ്ങളൊന്നും നമുക്കില്ല. ഫോണിൽ തന്നെ നമുക്ക് കിട്ടുന്ന അപൂർവമായിട്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ സുഹൃത്ത് കൂടിയായ രതീഷിന് അടിപൊളി ഒരു മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. അപ്പോൾ മീനെ ചവിട്ടി പിടിച്ച് നമുക്ക് കരയ്ക്ക് എത്തിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ അതേപോലുള്ള ടാക്കിൾസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പറ്റത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് മീനെ നൈസിന് ഹാൻഡിൽ ചെയ്യുക. അതായത് ഡ്രാഗിട്ട് മീനെ അത്യാവശ്യം ഓടിച്ച് മീനൊന്ന് കുഴഞ്ഞതിന് ശേഷം മാത്രം കരയ്ക്ക് എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതല്ല നമ്മൾ ടാക്കിൾസ് അത്രയും സ്ട്രോങ് ആണെന്ന് നമുക്ക് കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ മീനെ എത്രയും ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് റിട്രീവ് ചെയ്ത് കരയ്ക്ക് എത്തിക്കാനും പറ്റും. ഈ കാഴ്ചകളൊക്കെ കണ്ട് കാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ചൂണ്ടയിൽ വീണ്ടും മീൻ അടിച്ചിട്ടുണ്ട്. നമ്മളെ GT സ്റ്റീലിൽ തന്നെയാണ് വീണ്ടും മീൻ അടിച്ചേക്കുന്നത്. അപ്പോൾ ഒരു 3-4 ഹുക്കപ്പ് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം മീൻ മിസ്സാവരുതെന്ന് പറഞ്ഞ് തന്നെയാണ് നമ്മൾ ഹുക്കപ്പ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ സുഹൃത്തുക്കളും എല്ലാം നമ്മളെ കൂടെ തന്നെ ഉണ്ട്. അത്യാവശ്യം നല്ല ഫൈറ്റ് എന്ന് പറഞ്ഞാലും പോരാ, നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു ആ മീനെ പിടിച്ച് കരയ്ക്ക് എത്തിക്കാനായിട്ട്. വലിയ മീനുണ്ടെങ്കിൽ പോലും നല്ല ഫൈറ്റ് ഉണ്ടായിരുന്നു. എന്തായാലും കിട്ടിയത് വറ്റയല്ലായിരുന്നു, ക്യൂൻ ഫിഷ് ആയിരുന്നു. അപ്പോൾ നമ്മൾ രതീഷിന് അടിച്ച മീനും എടുക്കാനായിട്ട് നമ്മളെ മാർഷൽ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ളൊരു വറ്റാണ് അടിച്ചേക്കുന്നത്. ഏകദേശം എത്ര കിലോ തൂക്കം ഉണ്ടാവുമെന്ന് കമൻറ്റ് ചെയ്യാമോ?
അപ്പോൾ ഞാൻ കടലിലെ രാജകുമാരിയായിട്ട് മൽപ്പിടുത്തം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം കുറച്ച് നേരം ടൈം എടുക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് ആണ് മീൻ അടിച്ചേക്കുന്നത്. അപ്പോൾ ഉള്ളിൽ നല്ല തിരയുണ്ട്, വെള്ളത്തിന് നല്ല വലിവുണ്ട്. അപ്പോൾ അത് P2 ലൈനാണ്, വലിച്ച് പറിച്ച് കരയ്ക്ക് എത്തിക്കുക കഴിഞ്ഞാൽ മീൻ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് കാരണം മാക്സിമം പയ്യെ ആ തിരയുടെ ഒരു പതുക്കവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് മീനെ കരയ്ക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് വീഡിയോ കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നമ്മളെ ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ടേ അടിയല്ലേ എനിക്ക് പണിയിട്ട് കിടക്കുന്ന കണ്ടില്ലേ. നീ വിട്ടോ, നീ കാഫോട്ട് വിട്ടോ, ഞാൻ എടുത്തണം. കടല് നല്ല ശാന്തമില്ലേ, വേറെ ഓക്കെയാ. കഴിഞ്ഞ ദിവസം ഭയങ്കര അടിച്ചു കയറി വന്ന് ഇറങ്ങിയുള്ളു. അതിന്റെ ഗുണം കാണാനില്ലേ, അതിന്റെ ഗുണം കാണാനില്ലേ. ഒന്ന് കാല് കുത്തി നിനക്ക് മീൻ അടിച്ചില്ലേ. ഇവനായിരിക്കും, ചാടിയില്ലല്ലോ. നിങ്ങൾ മീൻ പിടിക്കുന്നതാണോ? എടാ തട്ടി എടുക്കടാ, തട്ട്. എന്താ കാണിച്ചാ പോക്കെ. രാജീവ് സ്വന്തം സാധനം, ഹാൻഡ് മെയ്ഡ്.
ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. നമ്മുടെ ഹാൻഡ് മെയ്ഡ് സ്റ്റീൽ സ്റ്റോക്ക് ഉണ്ട്. അത്യാവശ്യം ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ നമ്മളെ ഈ സാധനം ഇരിപ്പുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് കമൻറ്റിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ കൊടുത്തേക്കാം, കോൺടാക്റ്റ് ചെയ്യുക. നമ്മളതിൽ ഇപ്പോൾ ഉള്ള വെയിറ്റ് എന്ന് പറയുന്നത് 40 ഗ്രാം, 50 ഗ്രാം, 60 ഗ്രാമാണ് സ്റ്റോക്ക് ഉള്ളത്. അത് കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ട വെയിറ്റ് എത്രയാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ വെയിറ്റിൽ നമ്മൾ ഈ സ്റ്റീൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. സാധനം നമ്മൾ കൊറിയർ എത്തിക്കുന്നതായിരിക്കും. കൊറിയർ ചാർജ് എക്സ്ട്രാ വരുന്നതായിരിക്കും. അപ്പോൾ അടിപൊളി റിസൾട്ടുള്ളൊരു സാധനമാണ്. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. മീന് ഓട്ടീര് വിട്ടുവിടണത്. അത് ഇപ്പുറം വരും. എന്നാ അവന്റെ ദിവസോ അവിടെ ചെന്ന് സ്റ്റിക്ക് വാങ്ങില്ലോ. കൊളുത്തും കെടുത്തോളൂ. തോണ്ട് ഞാൻ വീഡിയോഗ്രാഫി തെരയെടുത്തേ നോക്കിക്കോണേ. കല്ലിന്റെ ഇടയ്ക്ക് കയറി അല്ലേ? അല്ല അവിടെ കല്ലിന്റെ ഇടയിൽ കയറി. കല്ലിന്റെ വെളിയിലായി പോയി. മീൻ കിട്ടിയതല്ല.